കർഷക തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിക്കണമെന്ന് റിജി ഞള്ളാനി അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയതായും റിജി ഞള്ളാനി പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. തൊഴിലാളി ക്ഷാമം മൂലം കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഏല മേഖലയൊഴികെ എല്ലാ കൃഷിയും നിലച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന ഏലകൃഷിയും തൊഴിലാളി ക്ഷാമം മൂലം വലിയ പ്രതിസന്ധിയിലാണ്. ഉൽപാദനത്തിന്റെ 30% വിളവെടുക്കുവാൻ കഴിയാതെ നഷ്ടപ്പെടുകയാണ്. ഇത് കർഷകർക്കും രാജ്യത്തിനും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഏലവുമായി ബന്ധപ്പെട്ട് 5 കോടിയിലധികം ജനങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രതിവർഷം സർക്കാരുകൾക്ക് 100 കോടിയിലധികം നികുതി വരുമാനവും ലഭിക്കുന്നു. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ള സർക്കാരിന് 1.3% മാത്രമാണ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. എന്നിട്ടും തൊഴിലാളികളെ ലഭിക്കാത്തത് മൂലം 500 കോടിയിലധികം രൂപയുടെ ഏലക്ക എടുക്കുവാൻ കഴിയാതെ പാഴാക്കി കളയുന്നു. സംസ്ഥാനത്തെ തൊഴിൽ നിയമത്തിൽ പറയുന്നതിന്റെ ഇരട്ടിയിലധികം തുക നൽകിയാണ് കർഷകർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത്. എന്നിട്ടും തോട്ടത്തിലെ 40% ജോലികൾക്കും തൊഴിലാളികളെ കിട്ടുന്നില്ല. കർഷകരുടെ ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സുരക്ഷയ്ക്കായി അവരുടെ മക്കളെ മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ റിജി ഞള്ളാനി, കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഏലകൃഷി രംഗവുമായി ബന്ധപ്പെട്ട്. ഇന്ന് എനിക്ക് സർക്കാരിനോടും പൊതുസമൂഹത്തോടുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ള ചില കാര്യങ്ങൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമുക്കറിയാം, കാർഷിക മേഖല വലിയ തകർച്ചയിലാണ്. അത് ഏത് കൃഷി മേഖലയായിട്ട്, കേരളവുമായി ബന്ധപ്പെട്ട ഏത് കൃഷി മേഖലയായിക്കോട്ടെ, റബ്ബർ കൃഷിയുടെ തകർച്ച ആദ്യം നമ്മൾ കണ്ടു. തൊട്ടുപുറകെ തേയിലയുടെയും അതുപോലെ കുരുമുളകിൻ്റെയും തകർച്ച നമ്മൾ കണ്ടു. അതുപോലെ ഇഞ്ചി, മഞ്ഞൾ പോലുള്ള ചെറു കൃഷി ഉൽപ്പന്നങ്ങളുടെ തകർച്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഗ്രാമ്പു നശിച്ചുകൊണ്ടിരിക്കുന്നു. ജാതി കൃഷിയിൽ നിന്നും ആളുകൾ പിന്മാറുന്നു. ഇനി അവസാനമായിട്ട് ഏതാണ്ട് നമുക്കൊരു പ്രതീക്ഷയോടുകൂടി ജനത്തിന് ഉള്ളത് എന്ന് പറയുന്നത് ഏലകൃഷിയാണ്. ഏലകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഞള്ളാനി ഏലം, അത് ഇന്ത്യയിലെ ഏതാണ്ട് 90% ഏല കർഷകരും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്ലാന്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ മാത്രം ഒരു രക്ഷ കണ്ടെത്തിയ ഒരു ജനതയാണ് നമുക്കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഏലകൃഷി മേഖലയിൽ ഇന്ന് വലിയ പ്രതിസന്ധി മുന്നോട്ട് വരികയാണ്. ഏലകൃഷി മേഖലയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്, വിലയിടുക ഒരു വഴിക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ആശ്വാസകരമായ ചെറിയ ഒരു ആശ്വാസം നമുക്ക് വിലയുടെ കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആവശ്യമായ കർഷക തൊഴിലാളികളെ നമുക്ക് കിട്ടുന്നില്ലാത്തൊരു സാഹചര്യമാണെന്നുള്ളത് നമുക്കറിയാം. ഏത് മേഖലയിലേക്ക് വന്നാലും, ഉൽപ്പാദന മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ ആവശ്യമുള്ള തൊഴിലാളികൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെ നമുക്കത് കിട്ടുന്നില്ല. ഏലകൃഷിക്ക് ആവശ്യമായിട്ടുള്ള 40%-ലധികം ആളുകളുടെ ഷോർട്ടേജ് നമുക്കുണ്ടായിട്ടുണ്ട്. ലേബർ ആക്ട് പ്രകാരം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശമ്പളം അത് കൊടുക്കുന്നതിന് ഇവിടെ കർഷകർക്ക് യാതൊരു വിരോധവുമില്ല. തൊഴിലാളികൾക്കും ആവശ്യമായിട്ടുള്ള ഒരു വേതനം ലഭിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. എന്നാൽ നമ്മൾ എത്ര ശമ്പളം കൊടുക്കാമെന്ന് കരുതിയാലും അതിനാവശ്യമായിട്ടുള്ള തൊഴിലാളികളെ നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്ന ഈ പശ്ചാത്തലത്തിൽ ഏലകൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. ഏലക്ക ഉൽപ്പാദന മേഖല മാത്രമല്ല, അതിൻ്റെ വിപണന മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 4-5 കോടി ജനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഈ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മറ്റ് ചില ഘടകങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിർമ്മാണ മേഖല, ഒരല്പം സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ ആളുകൾ വീട് പണിയും, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യും. അപ്പോൾ ആ ഉൽപ്പാദന മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടിലൂടെ വരുന്ന ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമുക്കറിയാം വീട് വയ്ക്കുന്നു, അങ്ങനെ അനുബന്ധ മേഖലകളുടെ ഒരു വികസനം വരുന്നുണ്ട്. ആ വികസനങ്ങളെല്ലാം ഇതിനെ ആശ്രയിച്ച് പോകുന്ന ഈ സാഹചര്യത്തിൽ, അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമുക്കറിയാം, ഇന്ന് പ്രധാനമന്ത്രി വളരെ ഉച്ചത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പരിസ്ഥിതി സംരക്ഷണം. കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനം കടന്നുപോയെന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് ഏലം. വൃക്ഷങ്ങൾക്കടിയിൽ വളർത്താൻ കഴിയുന്ന ഏക വിളയാണ് ഏലം. അപ്പോൾ ഏലത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് പ്രകൃതിയുടെ അല്ലെ പരിസ്ഥിതിയുടെ കൂടെ ഒരു തകർച്ചയാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പിന്നാലെ അവരുടെ പ്രായമായ മാതാപിതാക്കളും പോകുന്നു.
തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ കർഷകരും ചെറുകിട വ്യാപാരികളും കർഷക സംഘടനകളും നൽകുന്ന വർക്ക് വിസയുടെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ കേരളത്തിലെത്തിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണം. തൊഴിൽ ഉടമയുടെയും വിദേശ രാജ്യത്തു നിന്നുള്ള തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി സർക്കാർ അധീനതയിൽ ലേബർ പോർട്ടൽ ആരംഭിക്കണം. സ്വയം രക്ഷയ്ക്കായി വൻകിട തോട്ടമുടമകളും അനുഭവ സമ്പത്തുള്ള വ്യക്തികളും സ്വന്തം നിലയിൽ വിദേശ തൊഴിലാളികളെ കേരളത്തിലെത്തിക്കുവാൻ ശ്രമിക്കണം. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രിക്കും റജി ഞെല്ലാനി നിവേദനം നൽകിയിട്ടുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.